തിയറം 13 ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ സെക്കൻഡ് ഫോമാണ്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഫസ്റ്റ് ഫോം കണ്ടായിരുന്നു. അവിടെ നമ്മൾ 3 കണ്ടീഷനാണ് പറഞ്ഞിരുന്നത്. ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, ഡിഫറൻഷ്യബിൾ എഫ് ഡാഷ് ഈക്വൽ ടു എഫ് എന്നുള്ള കണ്ടീഷൻ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് വെച്ചുള്ള പോയിൻറ്റുകളിൽ ഉണ്ടായിരിക്കണം. എഫ് സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ് ഫസ്റ്റ് ഫോമിൽ പറയുന്നത്. ഇനി സെക്കൻഡ് ഫോമാണ്. സെക്കൻഡ് ഫോമിൽ സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രലാണ് തന്നിട്ടുണ്ട്. f is small f is Riemann integral and continuous f is continuous at c എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ ഏതെങ്കിലും ഒരു പോയിൻ്റാണ്. c ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ ഒരു പോയിൻ്റ്, f Riemann integral over closed interval a b and f is continuous at c. Then the indefinite integral നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫൈൻ ചെയ്തതാണ്. ഇൻ്റഗ്രൽ a to z സ്മോൾ f of z f d z ആണല്ലോ. എഫ് സ്മോൾ എഫ് അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ് ഫോർ ഇസഡ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് ഈ എഫ് ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആൻഡ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി ആണ്. ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണെന്നും അതിൻ്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് സി ആണെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഫോമിൽ നമുക്കുള്ളത് എന്താണ്? സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് തന്നിട്ടുണ്ട്. സ്മോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി വേർ സി ഈസ് എ പോയിൻ്റ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ ഒരു പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണെന്നും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് സി ആണെന്നാണ് കാണിക്കുന്നത്. നമ്മളതിന് കാണിക്കുന്നത് സി എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് എ ഓപ്പൺ ബിയിൽ എടുത്തിട്ട് നമ്മൾ സിയുടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സിമിലർ ആയിട്ട് അതിൻ്റെ ബാക്കി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചാണ്. അപ്പോൾ നമ്മൾ സി ബി ആൻഡ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് എ ഓപ്പൺ ബി എന്നിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി ആണ്. അപ്പം റൈറ്റ് ഹാൻഡ് എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ് സി എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് സിൻസ് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസ് അറ്റ് സി ആണ്. നമ്മൾ എക്സ് ടെൻസ് ടു സി പ്ലസ് അല്ല എടുക്കുന്നത്. റൈറ്റ് ഹാൻഡ് വെച്ച് പറയുമ്പോൾ എക്സ് ടെൻസ് ടു സി പ്ലസ്. കണ്ടിന്യൂസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയാമല്ലോ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും. നമുക്ക് എഫ് കണ്ടിന്യൂസ് ആയിട്ട് സി ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് വെച്ച് നമ്മൾ റൈറ്റ് ലിമിറ്റ് മാത്രമാണ് പറയുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻ എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റയ്ക്ക് പകരം എൻ എപ്സിലോൺ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കേസിൽ ഡെൽറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അതിന് പകരം എൻ എപ്സിലോൺ യൂസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാം ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു എൻ എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് whenever c less than or equal to x less than or equal to c plus n epsilon f of x minus f of c യുടെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ നമ്മൾ റൈറ്റ് ലിമിറ്റിൻ്റെ കേസ് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ സിക്കും സി പ്ലസ് ഡെൽറ്റയും എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. എക്സിൻ്റെ വാല്യൂ സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്കാണ് എങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെയും എഫ് ഓഫ് സിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് സ്മോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? whenever c less than or equal to x less than or equal to c plus n epsilon ഇത് മോഡുലസ് മാറ്റി പറയുവാണെങ്കിൽ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്ന് പറയും. കാരണം ഈ മൈനസ് എഫ് ഓഫ് സി ആഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് സി മൈനസ് എപ്സിലോണും എഫ് ഓഫ് സി പ്ലസ് എപ്സിലോണും ഇടയ്ക്കാണ്. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. ഇനി നമ്മൾ എച്ച് എന്ന് പറയുന്ന നമ്പർ ഈ സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ എച്ച് എന്ന് പറയുന്ന നമുക്ക് സി പ്ലസ് ഈ സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്ക് നമുക്ക് സി പ്ലസ് എച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എച്ച് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ നമ്മൾ 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ എന്ന് എടുക്കുവാണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ സി ക്ലോസ്ഡ് ഇൻ്റർവൽ എ സി പ്ലസ് എച്ച് സി പ്ലസ് എച്ച് കൺസിഡർ ചെയ്യുക.
അപ്പോൾ നമ്മൾ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ എന്ന് എടുക്കുമ്പോൾ സി പ്ലസ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്കല്ലേ കിടക്കുള്ളൂ. എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ ആയതുകൊണ്ട് സീറോ ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ ആയതുകൊണ്ട് ഇതിൻ്റെ അതോടെല്ലാം നമ്മൾ സി ആഡ് ചെയ്താൽ സി ലെസ് ദാൻ സി പ്ലസ് എച്ച് ലെസ് ദാൻ സി പ്ലസ് എൻ എപ്സിലോൺ വരും. അതുകൊണ്ടാണ് നമ്മൾ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എച്ച് നമ്മൾ എടുക്കുന്നത് എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ പോസിറ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ ലെസ് ദാൻ എൻ എപ്സിലോൺ വരുന്നത് പോലെ നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ എ സിയിലും ക്ലോസ്ഡ് ഇൻ്റർവൽ എ സി പ്ലസ് എച്ച് സി പ്ലസ് എച്ചിൽ നമ്മൾ അഡിറ്റിവിറ്റി തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു സി പ്ലസ് എച്ച് നമ്മൾ ഏറ്റവും വലിയ ഇൻ്റർവൽ എ തൊട്ട് സി പ്ലസ് എച്ച് വരെയുള്ള ഇൻ്റർവലാണല്ലോ. എ ടു സി പ്ലസ് എച്ച് എഫ് എന്ന് പറയുന്ന അഡിറ്റിവിറ്റി തിയറം വെച്ചിട്ട് എ ടു സി എഫ് പ്ലസ് സി ടു സി പ്ലസ് എച്ച് എഫ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിനെ നമുക്ക് ഇതിൻ്റെയും സമ്മായിട്ട് എഴുതുവാണ്. ഇൻ്റഗ്രൽ എ ടു സി പ്ലസ് എച്ച് എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു സി പ്ലസ് ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എന്ന് എഴുതാം. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു സി പ്ലസ് എച്ച് എഫ് മൈനസ് ഇൻ്റഗ്രൽ എ ടു സി എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് എന്ന് പറയാമല്ലോ. ഇൻ്റഗ്രൽ എ ടു സി പ്ലസ് എച്ച് എഫ് മൈനസ് ഇൻ്റഗ്രൽ എ ടു സി എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് എന്ന് പറയും. ഇനി ഇതെന്ന് പറയുന്നത് എ തൊട്ട് ഇസഡ് വരെയാണെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫിനെ നമ്മൾ എന്താണെന്നാണ് വിളിച്ചത്? എഫ് ഇസഡ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇത് എ ടു സി പ്ലസ് എച്ചിന് നമുക്ക് എഫ് ഓഫ് സി പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്നും ഇൻ്റഗ്രൽ എ ടു സി സ്മോൾ എഫിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് സി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇത് എഫ് ഓഫ് സി പ്ലസ് എച്ച്, ഇത് എഫ് ഓഫ് സി. അത് നമ്മൾ എടുത്ത് എഴുതുമ്പം എഫ് ഓഫ് സി പ്ലസ് എച്ച് ക്യാപിറ്റൽ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് സ്മോൾ എഫ് എന്ന് എഴുതാമല്ലോ. അതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് എടുക്കുക. അപ്പം ഇക്വേഷൻ 1 നമുക്ക് കിട്ടിയത് എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് സി മൈനസ് എപ്സിലോണും എഫ് ഓഫ് സി പ്ലസ് എപ്സിലോണും ഇടയ്ക്കാണ്. വെൻ എവർ എക്സ് ബിലോങ്സ് ടു സി പ്ലസ് എൻ എപ്സിലോൺ എന്നുള്ള നെയ്ബർഹുഡിൽ കിടക്കുമ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് സി മൈനസ് എപ്സിലോണും എഫ് ഓഫ് സി പ്ലസ് എപ്സിലോണും ഇടയ്ക്കാണ് കിട്ടി. ഇനി നമ്മൾ സി പ്ലസ് എച്ച് എന്നുള്ള ഇൻട്രവൽ എടുക്കുവാണെങ്കിൽ സി പ്ലസ് എച്ച് നമ്മൾ പറഞ്ഞു 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ ആയതുകൊണ്ട് സി ലെസ് ദാൻ സി പ്ലസ് എച്ച് ഈസ് ലെസ് ദാൻ സി പ്ലസ് എൻ എപ്സിലോൺ ആയിരിക്കുമല്ലോ. അപ്പോൾ സി പ്ലസ് എച്ച് എന്നുള്ള ഇൻ്റർവൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സി പ്ലസ് എച്ച് എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഈ കണ്ടീഷൻ എന്തായാലും സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്കല്ലേ വരുള്ളൂ. സി പ്ലസ് എൻ എപ്സിലോണിൻ്റെ ഇടയ്ക്കത്തെ പോയിന്റുകളാണ്. ആ ഒരു ഇൻ്റർവലിൻ്റെ ആ കണ്ടീഷൻ ഇതെന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ സി പ്ലസ് എച്ച് എന്നുള്ള ഇൻ്റർവൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സി പ്ലസ് എച്ച് എന്നുള്ള ഇൻ്റർവൽ കൺസിഡർ ചെയ്യും. എക്സ് എലമെൻറ്റ് ഓഫ് സി പ്ലസ് എച്ച് ആണെങ്കിൽ ഇക്വേഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യും. കാരണം സി പ്ലസ് എച്ച് എന്ന് പറയുന്ന വാല്യൂ സി പ്ലസ് എൻ എപ്സിലോണിനേക്കാളും കുറവാണ്. സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്കാണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ സിക്കും സി പ്ലസ് എച്ചിനോട് ഇടയ്ക്കാണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ വെൻ എവർ എക്സ് ബിലോങ്സ് ടു ദിസ് വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്ന് ഇക്വേഷൻ 1 വെച്ചിട്ട് പറയാം. കാരണം എച്ചിൻ്റെ വാല്യൂ ഇങ്ങനെ എടുത്തേക്കുന്നതുകൊണ്ട് സി പ്ലസ് എച്ചിലാണ് എക്സ് എന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ ഇതിന് രണ്ട് സൈഡിൽ എല്ലായിടത്തോടും നമ്മൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്ന് പറയാം. ഇതിൽ എഫ് ഓഫ് സി മൈനസ് എപ്സിലോണും എഫ് ഓഫ് സി പ്ലസ് എപ്സിലോണും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇൻറ്റു ഇതിൻ്റെ ലെങ്ത് ഓഫ് ദി ഇൻ്റർവലാണ്, അത് എച്ച് ആണ്. ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ചിൻ്റെ വാല്യൂ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇൻറ്റു എച്ചിനും എഫ് ഓഫ് സി പ്ലസ് എച്ച് എപ്സിലോൺ ഇൻറ്റു എച്ചിനും ഇടയ്ക്കാണ് കിട്ടി. നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. നമ്മൾ എച്ച് ചൂസ് ചെയ്യുന്നത് സീറോയ്ക്കും എൻ എപ്സിലോണും ഇടയ്ക്ക് വരുന്നത് പോലെ. അപ്പോൾ സി പ്ലസ് എച്ച് എന്നുള്ള കണ്ടീഷൻ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രൽ എടുക്കുമ്പം ഇങ്ങനെ കിട്ടി. എന്നിട്ട് അത് എഫ് ഓഫ് സി ഇതും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ദിസ് വാല്യൂ ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഇൻ്റർവലാണ്. ഇവിടെ ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇൻറ്റു എച്ച് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എഫ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ ഇൻറ്റു എച്ച് എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ 2 ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ചിൻ്റെ വാല്യൂ ക്യാപിറ്റൽ എഫ് ഓഫ്, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ ഇൻറ്റു എച്ച് ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ നമുക്ക് ഇതിന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈസ് ലെസ് ദാൻ നമുക്ക് എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ ഇൻറ്റു എച്ച് എന്ന് വരും. നമ്മൾ എച്ച് വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ
f of c minus epsilon is less than f of c plus h minus f of c divided by h ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ എന്ന് പറയാമല്ലോ. ഇനി നമ്മൾ എഫ് ഓഫ് സി കുറയ്ക്കുവാണെങ്കിൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാമല്ലോ. നമ്മൾ ചെയ്ത് ഇവിടെ കൊണ്ട് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ചിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് എച്ച് വെച്ച് ഡിവൈഡ് ചെയ്തു. പിന്നെ എഫ് ഓഫ് സിനെ നമ്മൾ മൈനസ് ചെയ്തു. എല്ലായിടത്തുനിന്നും എഫ് ഓഫ് സി മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. അപ്പോൾ നമ്മൾ മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്കാണ് ഈ വാല്യൂ കിടക്കുന്നതെങ്കിൽ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് പറയാമല്ലോ. ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സി പ്ലസ് എച്ച് minus f of c divided by h minus f of c is ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാമല്ലോ. മൈനസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ഇടയ്ക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്ത് അല്ലേ, നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പം നമുക്ക് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ മൈനസ് എഫ് ഓഫ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ഫോമിൽ കിട്ടി. ഇത് ഒരു ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് 0 എച്ചിൻ്റെ വാല്യൂ 0യ്ക്കും എൻ എപ്സിലോൺ ഇടയ്ക്ക് ആയതുകൊണ്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് സി ആണെന്ന് പറയാമല്ലോ. ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ചിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി എന്നുള്ളതല്ലേ, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഇത് സിമിലർലി എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് സ്മോൾ എഫ് ഓഫ് സി എന്ന് കിട്ടി, സിമിലർലി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് സ്മോൾ എഫ് ഓഫ് സി എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി ആണ് ആൻഡ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ സെക്കൻഡ് ഫോമിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. എഫ് റെയ്മാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന കാര്യം എന്താണ്, എഫ് കോൺസ്റ്റൻ്റ് ആണ്. എഫ് ഇസ് എ കോൺസ്റ്റൻ്റ് അല്ല, കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ എഫ് റെയ്മാൻ ഇൻ്റർവൽ ആണ്, സ്മോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി വേർ സി ഇസ് എ പോയിന്റ് ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി. എന്നിട്ട് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എ ടു ഇസഡ് എഫ് എന്ന് ഡിഫൈൻ ചെയ്താൽ അത് ഡിഫറൻഷ്യബിൾ അറ്റ് സി ആണെന്നും കാണിക്കണം. ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് സി ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ക്ലോസ്ഡ് എ ഓപ്പൺ ബിയിലെ ഒരു പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ സി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സിമിലർ ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി, സ്മോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സ്മോൾ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആയിരിക്കും. നമ്മൾ അതിൻ്റെ റൈറ്റ് ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്കാണെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റയാണ് സാധാരണ എടുക്കുന്നത്, ഇവിടെ എൻ എപ്സിലോൺ എടുക്കുന്നുള്ളൂ. ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എൻ എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് വെനെവർ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ സി പ്ലസ് എൻ എപ്സിലോൺ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പം ഇങ്ങനെ കിട്ടി. പിന്നെ നമ്മൾ എച്ച് ചൂസ് ചെയ്യുവാണ്. എച്ച് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്തേക്കുന്നത്, 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ, അതായത് സിക്കും സി പ്ലസ് എൻ എപ്സിലോണും ഇടയ്ക്ക് സി പ്ലസ് എച്ച് വരുന്നത് പോലെ നമ്മൾ എച്ച് ചൂസ് ചെയ്യുക. ചൂസ് എച്ച് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എൻ എപ്സിലോൺ. അങ്ങനെ നമ്മൾ എടുത്തിട്ട് ഈ ഇൻ്റർവെല്ലിൽ നമ്മൾ അഡിറ്റീവ് എ സി പ്ലസ് എച്ച് എന്നുള്ള ഇൻ്റർവെല്ലിൽ നമ്മൾ അഡിറ്റിവിറ്റി തിയറം യൂസ് ചെയ്താൽ എ തൊട്ട് സി പ്ലസ് എച്ചിന് നമുക്ക് എ ടു സി, സി ടു സി പ്ലസ് എച്ച് എഴുതാം. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് രണ്ടും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഫോമാണ്. ഇത് എഫ് ഓഫ് സി പ്ലസ് എച്ചും ഇത് എഫ് ഓഫ് സിയും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഇതാണെന്ന് കിട്ടി. ഇനി സി പ്ലസ് എച്ച് എന്നുള്ള ഇൻ്റർവെൽ നമുക്കറിയാം, സി പ്ലസ് എച്ച് എന്നുള്ളത് സി പ്ലസ് എൻ എപ്സിലോണേക്കാളും ചെറുതായതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ സി പ്ലസ് എച്ചിലാണെങ്കിൽ ഇക്വേഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതുണ്ട്. എന്നിട്ട് നമ്മൾ മൊത്തം ഇൻ്റഗ്രൽ സി ടു സി പ്ലസ് എച്ച് എടുത്തു. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ കിട്ടി. ഇനി ഇതിന് പകരം നമ്മൾ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഇതാണെന്ന് കിട്ടി. എച്ച് വെച്ച് ഡിവൈഡ് ചെയ്തു, പിന്നെ മൈനസ് എഫ് ഓഫ് സി ചെയ്തു, മോഡുലസ് എടുത്തു. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ, ഇതൊരു ആർബിട്രറി എപ്സിലോൺ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എല്ലാത്തിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയാൻ പറ്റും. അടുത്തത് തിയറം 14 ആണ്. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ closed interval AB, then the indefinite integral capital F defined by f of z is equal to integral a to z f for z element of closed interval AB is differentiable on closed interval AB
ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ സെക്കൻഡ് ഫോമിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മൊത്തത്തിൽ ആ ഇൻ്റർവെലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ അകത്ത് സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, എന്നിട്ട് സ്മോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി റീമാൻ കണ്ടിന്യൂസ് ഫംഗ്ഷനുകളെല്ലാം റീമാൻ ഇൻ്റഗ്രൽ ആണ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രൽ ആണെന്ന് കിട്ടി. അപ്പോൾ എഫ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിന് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറത്തിൽ പ്രൂവ് ചെയ്തു. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ നമ്മൾ എഫ് സ്മോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി ഇത് കണ്ടിന്യൂസ് അറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആയതുകൊണ്ട് സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആയിരുന്നുവെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ സെക്കൻഡ് ഫോം വെച്ചിട്ട് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എഫ് ഇവിടെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഏത് പോയിന്റിലും എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എവിടെയാണെങ്കിലും നമുക്കിപ്പോൾ എന്ത് പറയാം, സിക്ക് പകരം നമ്മൾ എക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയാമല്ലോ. അപ്പോൾ എഫ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാം. സ്മോൾ എഫ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് സി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ് ആൻഡ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ തിയറം 14 പ്രൂവ് ചെയ്യുമ്പം തിയറം 13ൻ്റെ പ്രൂഫ് അതുപോലെ യൂസ് ചെയ്യണം. തിയറം 13 പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ ആക്ച്വലി ഒരു കൊറോളറി ആയിട്ടാണ് തിയറം 14 വരുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം നോട്ടിൽ പറഞ്ഞേക്കുന്നത്, ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എപ്പോഴും നമ്മൾ പറഞ്ഞത് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയാൻ പറ്റൂ. സ്മോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സി എന്ന് പറയാൻ പറ്റുള്ളൂ. എപ്പോഴും ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ഇസഡ് സ്മോൾ എഫ് എന്ന് ഡിഫൈൻ ചെയ്താൽ ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവായിട്ട് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയത്തെ 2 എക്സാമ്പിൾ അങ്ങനെ നമ്മൾക്ക് എപ്പോഴും ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്ന 2 എക്സാമ്പിൾസാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്നം ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺ -1 ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 എഫ് ഓഫ് എക്സ് സിഗ്നം ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ നമ്മൾ സിഗ്നം ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രൽ അതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമുക്ക് ഇൻ്റഗ്രൽ എ ടു എക്സ് സ്മോൾ എഫ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. എ ടു ബി ആകുമ്പോൾ നമ്മൾ എ ടു എക്സ് എടുക്കും. ഇവിടെ -1 ടു എക്സ് എഫ് ആണ്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം -1 ടു എക്സ് എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ഫണ്ടമെൻ്റൽ തിയറം കഴിഞ്ഞപ്പം തേർഡ് പ്രോബ്ലം നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, -10 to 10 സിഗ്നം ഓഫ് എക്സിനെ നമ്മൾ ചെയ്തപ്പം അത് ക്യാപിറ്റൽ എഫ് ഓഫ് 10 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് -10 എന്നാണ് എടുത്തത്. അവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ മോഡ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിട്ട് -10 to 10 സിഗ്നം ഓഫ് എക്സിനെ നമുക്ക് എഫ് ഓഫ് മോഡ് 10 മൈനസ് എഫ് ഓഫ് മോഡ് -10 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 to x സ്മോൾ എഫ് എന്ന് എടുത്താൽ ഇത് ആക്ച്വലി എന്താ, -1 to f സിഗ്നം ഓഫ് എക്സ് എന്നാണ്. അപ്പം നമുക്ക് ക്യാപിറ്റൽ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ പാർട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ 3 നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ 3ക്ക് അവിടെ ഉള്ളതാണ്. അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ പ്രോബ്ലം 3 ഫണ്ടമെൻ്റൽ തിയറം ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രോബ്ലം 3 നമ്മൾ കണ്ടതാണ്. എഫ് ഓഫ് എക്സ് നമ്മൾ മോഡ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താൽ -10 to 10 സിഗ്നം ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് 10 ഇതിന് നമുക്ക് മോഡ് 10 മൈനസ് മോഡ് -10 എന്നാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഇവിടുത്തെ നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 to 1 സിഗ്നം ഓഫ് എക്സ് ആണ്, -1 to x. അപ്പം മുമ്പത്തെ ഈ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് സിഗ്നം ഓഫ് എക്സ് -10 to 10 മോഡ് 10 മൈനസ് മോഡ് -10 ആയതുകൊണ്ട് ഇതിന് നമുക്ക് മോഡ് എക്സ് മൈനസ് മോഡ് -1 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് -1 എന്ന് വരും. അപ്പം നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇതിൻ്റെ സ്മോൾ എഫിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് ഡിഫൈൻ ചെയ്താൽ അത്
അതെന്ന് പറയുന്നത് മോഡ് എക്സ് മൈനസ് 1 ആണ്. പക്ഷേ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോയിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നോക്കിയേ. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. പക്ഷേ നമ്മുടെ എഫ് ഡാഷ് അറ്റ് സീറോ എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീറോയിൽ ഇല്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മോഡ് എക്സിന് സീറോയിൽ ഡെറിവേറ്റീവ് ഇല്ല. അപ്പം എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് സീറോ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പം വരുമ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് സീറോ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്കതിനെ എഫ് ഓഫ് സീറോ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലുമില്ല. അപ്പോൾ നമുക്ക് ഇതൊരു ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഒന്നും അങ്ങനെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ആൻറ്റി ഡെറിവേറ്റീവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആൻറ്റി ഡെറിവേറ്റീവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ സിഗ്നം ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ സീറോയിൽ അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് എക്സ് നമ്മുടെ ആൻറ്റി ഡെറിവേറ്റീവ് സീറോയിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് ആൻറ്റി ഡെറിവേറ്റീവ് അല്ല, നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് നമ്മൾ എടുത്തപ്പം അതിന് സീറോയിൽ ഡെറിവേറ്റീവ് ഇല്ല. അപ്പോൾ സീറോയിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഫ് ഡാഷ് നോട്ട് ഈക്വൽ ടു എഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആൻറ്റി ഡെറിവേറ്റീവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അവിടെ അതിന് ഡെറിവേറ്റീവ് ഇല്ല, എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ തന്നെയാണ് അടുത്ത എക്സാമ്പിൾ തന്നേക്കുന്നത്. നമ്മുടെ തോമേ ഫംഗ്ഷനാണ് 0 to 1 ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 6 നമ്മൾ എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് 0 1/n 1. 0 വെൻ ഇറാഷണൽ, ഇത് റാഷണൽ നമ്പർ m/n ഫോമിൽ എക്സ് 0 വരുമ്പം 1. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഈ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത ക്ലോസ്ഡ് ഇൻ്റർവൽ 0 തോമേ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അതിൻ്റെ വാല്യൂ 0 നമ്മളൊരു പ്രോബ്ലം ആയിട്ട് ചെയ്തതാണ് അല്ലേ. നമ്മൾ റീമാൻ ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് പാർട്ടി പ്രോബ്ലം ആയിട്ട് ചെയ്തതാണ്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആണ്. അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 എന്ന് നമ്മളിനി ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുക. എച്ച് ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇൻ്റഗ്രൽ ഇവിടെ ബേസ് പോയിൻറ്റ് 0 ആണല്ലോ. 0 to എക്സ് എഫ് അല്ല എച്ച് ആണല്ലോ, ഇവിടുത്തെ ഫംഗ്ഷൻ എച്ച് ആയത്. അപ്പോൾ നമ്മൾ എ ടു എക്സ് നിന്ന് എ എന്ന് പറയുന്നത് ഇവിടെ 0 ആയി. അപ്പോൾ എച്ച് ഓഫ് എക്സ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ 0 to x എക്സ് ആണ്. ഇനി 0 to 1 ഏതെടുത്താലും ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0. അപ്പോൾ 0 to x നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എച്ച് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? എച്ച് ഡാഷ് ഓഫ് എക്സ് 0 ആയിരിക്കും. പക്ഷേ എച്ച് ഓഫ് എക്സ് 0 ആണോ എല്ലായിടത്തും? ഇവിടെ നമുക്ക് എച്ച് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആണ്. കാരണം എച്ച് ഡാഷ് എല്ലായിടത്തും 0 ആണ്, പക്ഷേ എച്ച് ഓഫ് എക്സ് എല്ലായിടത്തും 0 അല്ല. അപ്പോൾ ഇവിടെ എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആ ആൻറ്റി ഡെറിവേറ്റീവ് ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ 2 എക്സാമ്പിൾസ് നമ്മൾ കണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആൻറ്റി ഡെറിവേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നില്ലാത്ത എക്സാമ്പിളാണ്. അപ്പം ഇവിടെ ഇതൊരു തോമേ ഫംഗ്ഷൻ എന്നുള്ളതാണ്. അത് റീമാൻ ഇൻ്റഗ്രലാണ്. അതിൻ്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് അവിടെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ എച്ച് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂ 0. എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവും 0 ആയിരിക്കും. ഇനി എച്ച് ഡാഷ് ഓഫ് എക്സ് അപ്പോൾ നമുക്ക് 0 കിട്ടി. എച്ച് ഓഫ് എക്സ് പക്ഷേ എല്ലായിടത്തും 0 അല്ല, 0 അല്ലാത്ത പോയിൻറ്റുകളും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും എച്ച് ഡാഷ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല.